മലയാളികളുടെ ഹൃദയത്തെ ചിരികൊണ്ട് കീഴടക്കിയ താരമാണ് കെ.എസ്. പ്രസാദ്. കേരളത്തിന്റെ കലാരംഗത്ത് ശോഭിക്കുന്ന നക്ഷത്രം. തന്റേതായ കഥാശൈലി കൊണ്ട് മിമിക്രി രംഗത്ത് സ്വന്തമായ വ്യക്തിമുദ്ര ചാർത്തിയ താരമാണ് കെ.എസ്. പ്രസാദ്. ഒരു കാലത്ത് കോമഡി, മിമിക്സും പിന്നെ ഞാനും എന്ന പരിപാടിയിലൂടെ മിനിസ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ വലിയൊരു ആരാധകവൃന്ദത്തെ അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു. മിമിക്രിയിലും സിനിമയിലും മാത്രമല്ല കലാരംഗത്ത് ഒട്ടനവധി മേഖലകളിൽ തന്റെ കയ്യൊപ്പ് ചാർത്തിയ താരമാണ് ഇദ്ദേഹം. ഇപ്പോഴത്തെ സിനിമയിൽ 50 വർഷം പൂർത്തിയാക്കിയ അദ്ദേഹത്തിന്റെ കൊച്ചിൻ കലാഭവൻ അക്കാദമി ആദരിച്ചിരുന്നു. ഈ ചടങ്ങിൽ നടനും സംവിധായകനുമായ ലാലും പങ്കെടുത്തിരുന്നു. ഇരുവരും നല്ല സുഹൃത്തുക്കളാണ്. കെ.എസ്. പ്രസാദ് വേദിയിൽ വെച്ച് ലല്ലെന്ന കുറച്ച് വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ലാൽ സ്കൂളിൽ പഠിക്കുമ്പോൾ കൂടുതലും പെൺവേഷമാണ് ചെയ്തിരുന്നതെന്നും പ്രസാദ് പറയുന്നു. ഇതിന് മറുപടിയും ലാൽ പറയുന്നുണ്ട്. ആദ്യമായി അഭിനയിച്ച നാടകം ബലിത്തറ എന്ന നാടകമാണ്. അതിനകത്ത് നായികയാണ് അഭിനയിച്ച ആളാണ് ഞാൻ. കാണാനുള്ള രൂപം കൊണ്ടല്ല, ശബ്ദത്തിന്റെ ഭംഗി കൊണ്ടായിരുന്നു എന്ന് ലാൽ പറഞ്ഞു. മലയാള സിനിമയ്ക്ക് നിരവധി കഥാപാത്രങ്ങൾ സമ്മാനിച്ച നടനാണ് ലാൽ. പരുക്കൻ ശബ്ദമാണ് ഇദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി തന്നെ. സ്ത്രീ ശബ്ദം അനുകരിക്കുകയായിരുന്നു ലാൽ എന്നതും ആരാധകർക്ക് കൗതുകമുയർത്തുകയാണ് ഇപ്പോൾ.